നമുക്ക് പേളിച്ചിത്ര ചെട്ടിനാട് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പെട്ടെന്ന് ആയോ, പെട്ടെന്ന് പോകാം. ആദ്യം തന്നെ ഒരു കുക്കർ വെക്കുക, ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ജീരകം, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, സ്പൈസസ് എല്ലാം, ഇഞ്ചി, പിന്നെ പച്ചമുളക് അധികം അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. പച്ചമുളക് കുറച്ച് അധികം ഇടണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി ആവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കണേലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, ഒട്ടും കരിയിക്കാൻ പാടില്ല. കൂടാതെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൂടാതെ അടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഐറ്റവും കൂടി സ്പെഷ്യൽ ആഡ് ചെയ്യാനുണ്ട്. സ്പെഷ്യൽ ഐറ്റമാണ് പുതിനയിലയും മല്ലിയിലയും. ഒരു പിടി മല്ലിയിലക്ക് ഒരു അരപ്പിടി പുതിനയിലയിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം, അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടും കുരുമുളകും കൂടി അടിച്ചതാണ്. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. സെയിം മെത്തേഡ് തന്നെ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കഴുകി നല്ല വൃത്തിയായതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ജീരകശാല അരി ചേർത്ത് കൊടുക്കാം. നന്നായി അരി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടാക്കി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടാക്കിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. ഈ വെള്ളം തിളച്ചു വരണം, അപ്പോഴാണ് ടേസ്റ്റ് അറിയുന്നത്. ആവശ്യമുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അടിപൊളി ചെട്ടിനാട് ബിരിയാണി റെഡി. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ